അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന ഒരുവിധം എല്ലാ ഫോണിലും മാനുവൽ മോഡുണ്ട്. മാനുവൽ മോഡിൽ നമുക്ക് ഷട്ടർ സ്പീഡും അതുപോലെ തന്നെ ISOയും വൈറ്റ് ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ക്യാമറയിൽ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉപയോഗിച്ച് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനുവൽ മോഡ് അഥവാ പ്രോ മോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രെയിം കാണാൻ നേരത്ത് നമുക്ക് ആ ഫ്രെയിമിലെ ഷട്ടർ സ്പീഡും ISOയും വൈറ്റ് ബാലൻസ് ഒക്കെ മാറ്റി നമുക്ക് കുറച്ചും കൂടി ആ ഫ്രെയിം ഫോട്ടോ എടുക്കാൻ നേരത്ത് കുറച്ചും കൂടി കൺട്രോൾ കിട്ടും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മോഡിൽ ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി കൺട്രോൾ നമുക്ക് ഈ മാനുവൽ മോഡ് അഥവാ പ്രോ മോഡിൽ കിട്ടും. അപ്പോൾ ഞാൻ DSLR ക്യാമറയിലെ ഓട്ടോ മോഡും അതുപോലെ തന്നെ മാനുവൽ മോഡും കമ്പയർ ചെയ്തൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ മാനുവൽ മോഡ് അഥവാ പ്രോ മോഡ് ഇല്ലാത്ത മൊബൈൽ ഫോൺസിലെ ക്യാമറകളിൽ ഷട്ടർ സ്പീഡും ISOയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് റൂം മൊബൈലാണ്. അപ്പോൾ ലൈറ്റ് റൂം മൊബൈൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ക്യാമറയുടെ ഒരു ഐക്കൺ കാണാം. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ താഴെയായിട്ട് ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞ് ഓപ്ഷനാണ് കിടക്കുന്നത്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോ മോഡ് ആക്കുക, പ്രൊഫഷണൽ മോഡ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ നമുക്കിവിടെ SS എന്ന് പറഞ്ഞ് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ISO എനിക്ക് കൺട്രോൾ ചെയ്ത് 3200 വരെ ആക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വൈറ്റ് ബാലൻസും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോ മോഡ് അഥവാ മാനുവൽ മോഡ് ഇല്ലാത്ത ഫോൺസിൽ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷട്ടർ സ്പീഡ് കൺട്രോൾ ഇല്ലാത്ത മൊബൈൽ ഫോൺസിലും ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഈ വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയ കണ്ടൻസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.